തിരുവനന്തപുരത്തും ഒരുക്കങ്ങൾ തകൃതിയാണ്. ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗം വൃന്ദവാദ്യത്തിന്റെ പ്രാക്ടീസിംഗിന്റെ തിരക്കിലാണ്. കാർമൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ 32 വിഭാഗങ്ങളിൽ ഇവിടെ നിന്നുള്ള കുട്ടികൾ മത്സരിക്കുന്നുണ്ട്. സുനിഷ അയ്യലൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണാം. കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും മിന്നും പ്രകടനം കാഴ്ചവെച്ച സ്കൂളാണ് കാർമൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഏതായാലും ഇത്തവണത്തെ കലോത്സവത്തിലും അതേ രീതിയിൽ തന്നെ കപ്പും കൊണ്ടുവരാനുള്ള ഒരു തീരുമാനത്തിലാണ് കുട്ടികളുള്ളത്. ഈ കാർമൽ സ്കൂളിൽ നിന്ന് മാത്രം 350-ൽ പരം വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. 32ഓളം ഐറ്റത്തിൽ പങ്കെടുക്കുന്നു. അതും 2 ഗ്രൂപ്പ് ഐറ്റം ഒഴികെ എല്ലാ ഗ്രൂപ്പ് ഐറ്റത്തിലും വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി ഇത്തവണയുണ്ട്. ഏതായാലും ഇപ്പോൾ വൃന്ദവാദ്യത്തിലെ കുട്ടികൾ അവിടെ പ്രാക്ടീസ് തുടങ്ങിക്കഴിഞ്ഞു. ജനുവരി 6-നാണ് വൃന്ദവാദ്യം ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഈ ജില്ലാ കലോത്സവത്തിൽ ഫസ്റ്റ് അടിച്ചിട്ടാണ് ഈ വൃന്ദവാദി ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ എത്രത്തോളം പ്രതീക്ഷയുണ്ട്? ഈ ജനുവരി 6-ന് മത്സരിക്കാൻ പോകുന്നത് എ ഗ്രേഡ് കിട്ടും. ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച ഒരു റിസൾട്ട് കിട്ടുമെന്നാണ് പ്രതീക്ഷ. നിങ്ങൾ ജില്ലാ കലോത്സവത്തിൽ ഫസ്റ്റ് അടിച്ച് വന്നവരാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ആ ഒരു പോസിറ്റീവ് സാധനം നിങ്ങളുടെ കയ്യിലുണ്ടാവും. പ്രതീക്ഷയുണ്ട്. നല്ല പ്രതീക്ഷയിലാണല്ലോ. അപ്പോൾ തൊട്ടടുത്ത് കൊല്ലത്താണ് കലോത്സവം നടക്കുന്നത്. തിരുവനന്തപുരത്ത് വെച്ച് നോക്കുമ്പോൾ തൊട്ടടുത്ത ജില്ലയിലാണ്. അപ്പോൾ കപ്പ് തലസ്ഥാനത്തേക്ക് വരുമോ? തൊട്ടടുത്ത് കലോത്സവം നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ കപ്പ് ഇത്തവണ തലസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കാർമൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് വിപിനൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.